ഞാൻ സൂസൻ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ലിവർ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് പോവാണ്. അതിൻ്റെ ലിവർ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ മീറ്റ് മസാല, ഉപ്പ്, അതിനാവശ്യത്തിനുള്ള ഉപ്പും സ്വല്പം വെള്ളവും ഇത്രയും ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഗ്യാസിൽ വെക്കാൻ പോവാണ്. ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് വേവിച്ച് എടുക്കാം. ലിവറെല്ലാം വെന്തു, നമ്മൾ ഇത് മാറ്റി അങ്ങോട്ട് വെക്കുകയാണ്. പാൻ അടുപ്പിലോട്ട് വെച്ച് കത്തിക്കാം. അതിൻ്റെ അകത്ത് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. നമുക്ക് പാൻ ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കൊച്ചുള്ളി ഏറെ വേണം, ഇച്ചിരി ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, തേങ്ങാക്കൊത്ത്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എണ്ണ വഴറ്റാനായിട്ട് പോകുന്നത്. അതിൻ്റെ നമ്മൾ കടുക് ഇട്ട് കടുക് നല്ലതായിട്ട് പൊട്ടിയിട്ടുണ്ട്. പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ഈ തേങ്ങാക്കൊത്തിൻ്റെ അകത്ത് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി തേങ്ങാക്കൊത്തിൻ്റെ അകത്ത് ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റ് ഒരു സ്വല്പം വഴന്ന് കഴിയുന്ന ഉടനെ ഇഞ്ചി വെളുത്തുള്ളി ഇതിനകത്ത് തന്നെ ഇഞ്ചി വെളുത്തുള്ളി സ്വല്പം മൂത്ത് കഴിയുന്നതുകൊണ്ട് കൊച്ചുള്ളിയും കൂടെ അങ്ങനെ ഇട്ടു. ഇച്ചിരി ഏറെ വേണമേ. കൊച്ചുള്ളി, കരിയാപ്പല, ഇത്രയും നല്ലതായിട്ട് മൂത്ത്. ഇത് ഒരുമാതിരി മൂത്ത് കഴിയുന്നതന്നെ നമ്മൾ 3/4 കിലോ കരളാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ 2 സ്പൂൺ പിരിയം മുളക് പൊടി, മല്ലിപ്പൊടി, 2 സ്പൂൺ മീറ്റ് മസാല, ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതൊന്ന് വഴന്ന് കഴിയുന്നതാണ് ചേർക്കുന്നത്. വഴന്ന് കഴിയുന്നുണ്ട് നമുക്ക് ഈ പൊടികളെല്ലാം അങ്ങോട്ട് ചേർക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്ത്. നമ്മളെ ഇറച്ചിക്ക് അതിച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് കുറച്ച് ഉപ്പൊന്ന് ചേർക്കാം. നല്ലതായിട്ട് വഴണ്ടു. ഇനി നമുക്ക് ഈ കരൾ അതിൻ്റെ അകത്തോട്ട് ഇടാം. തീ കൂട്ടി കൊടുക്കാം. എന്നിട്ട് കരളും അതിന് കുറച്ച് വെള്ളവും കൂടെ ഉണ്ട്, അതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർത്തു. സ്വല്പം കരിയാപ്പലയും കൂടി ഇല്ല, അത് കുറച്ച് പച്ചണമേ. അങ്ങനെ നമ്മൾ പകുതി പറ്റിയിട്ടുണ്ട്. ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം. കറക്റ്റായിട്ട് ഉപ്പൊക്കെ വേണ്ടത് ചേർക്കുക. ഇനി നമ്മളൊരു 1/2 സ്പൂൺ ഗരം മസാല അതിൻ്റെ അകത്ത് ചേർക്കണം. ഗരം മസാല ചേർത്തു. 1 സ്പൂൺ കുരുമുളക് പൊടി. ഇതിൻ്റെ വെള്ളമെല്ലാം ഏകദേശം പറ്റി വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അധികം വെളിച്ചെണ്ണ വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അതിൻ്റെ അകത്ത് കിടന്ന് പറ്റിയത് തോർന്ന് നല്ല ഫ്രൈ ആയിക്കോളും. അങ്ങനെ നമ്മുടെ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ ഇച്ചിരിയുടെ മൂക്കേണ്ടിയവർക്ക് നല്ല ബ്ലാക്ക് ആവുന്നവരെ മൂപ്പിച്ചെടുക്കുക. തീ ഓഫ് ചെയ്യാം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക്. അങ്ങനെ നമ്മുടെ ലിവർ ഫ്രൈ റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതുപോലെ വെക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.